ഓക്കെ, ഞാനൊരു പുതിയ തായ്വാൻ സെർവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ തായ്വാൻ സെർവർ. ഓക്കെ, അടുത്ത 7 ദിവസം ഞാൻ ഈ കാണുന്ന അക്കൗണ്ടിൽ ഡെയിലി കളിച്ചിട്ട് ഈ ന്യൂബ് അക്കൗണ്ട് ഒരു പ്രോ അക്കൗണ്ട് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫ്രീ ഫയർ എന്ന ഗെയിം ലോകത്ത് നിന്ന് പല രാജ്യത്തു നിന്നും ആൾക്കാർ കളിക്കുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് ഫ്രീ ഫയർ പല രാജ്യത്തും വെവ്വേറെ സെർവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ബ്രസീൽ, ബംഗ്ലാദേശ് തുടങ്ങിയവ. അതിലൊന്നാണ് തായ്വാൻ സെർവർ. സോ ചൈനയ്ക്കപ്പുറത്ത് കിടക്കുന്ന ഈ രാജ്യത്തിന്റെ സെർവർ എന്തിനാ ഞാൻ പ്രത്യേകിച്ച് ചൂസ് ചെയ്തതിന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കാരണം ഈ സെർവർ അത്രത്തോളം മിസ്റ്റീരിയസ് ആണ്. സോ നമുക്ക് നോക്കാം എത്രത്തോളം റയർ ഐറ്റംസ് എനിക്ക് ഫ്രീ ആയി കിട്ടുമെന്ന്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന്റെ പേര് ആസിഫെച്ച് തായ്വാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ലോഗിൻ പാടായിട്ട് ഒരു AK കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ക്ലെയിം ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടുത്തെ സ്റ്റോർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിന്റെ സ്റ്റോറിനേക്കാൾ 10x ബെറ്റർ ആണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇന്ത്യൻ സെർവറിൽ അത്രത്തോളം റയർ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇവിടെ വെറും ഗോൾഡിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ബ്രേക്ക് ഡാൻസറിന്റെ ഹെഡ് ഇന്ത്യൻ സെർവറിൽ എത്രത്തോളം റയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുമാത്രമല്ല ഗൈസ്, ഞാൻ മാസ്കിൽ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യയിൽ പക്ക റയർ ആയിട്ടുള്ള നമ്മുടെ ട്രൈബൽ സ്കാഫ് വെറും 14,950 കോയിൻ ആണ് കൊടുക്കുന്നത്, വെറും ഗോൾഡ് കോയിന്. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഗൈസ്, അടുത്ത 7 ദിവസത്തിലുള്ള ഈ ഒരു കാണുന്ന കോംബോ ഞാൻ എന്തായാലും എടുത്തിരിക്കും ഗൈസ്. അപ്പൊ എനിക്ക് മനസ്സിലായി തായ്വാൻ സെർവറിൽ അത്യാവശ്യം കിടിലം പോലത്തെ ഡ്രസ്സ് കിട്ടണമെങ്കിൽ ലെവൽ ഇൻക്രീസ് ആകുമ്പോൾ ഉള്ള റിവാർഡ്സും ഗോൾഡ് കോയിൻസും പിന്നെ റാങ്കും അത്യാവശ്യമാണെന്ന്. സോ ഞാൻ ഒന്നും നോക്കില്ല, നേരെ CS റാങ്ക് എടുത്ത് സ്റ്റാർട്ട് അടിച്ചു. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഈ റിംനാം വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ നൈസ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ കീബോർഡും മൗസിലോട്ട് കണക്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ തായ്വാൻ സെർവറിന്റെ ആദ്യത്തെ പൂയ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്തതായിട്ട് നമ്മളൊരു PR അങ്ങ് സ്റ്റാർട്ട് ആക്കി. അങ്ങനെ നമ്മൾ PR-ഉം പൂയ അടിച്ചു ഗൈസ്. ഒരു PR റാങ്കഡ് മാച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് ഗ്ലോറി പുഷ് ചെയ്യാൻ പറ്റുമെന്ന്. സോ അപ്പൊ തന്നെ നമ്മൾ നേരെ ഗണ്ണിനെടുത്ത് നോക്കുകയാണ് ഗൈസ്, ഏത് ഗണ്ണാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് BR-ൽ ഗ്ലോറി കൂട്ടാൻ ആൻഡ് ബാച്ച് കിട്ടാന്ന് നോക്കുകയാണ് ഗൈസ്. നമ്മൾ അവസാനം നമ്മൾ ആ ഗണ്ണ് കണ്ടുപിടിച്ചു ഗൈസ്. G36 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തായ്വാനിൽ തന്നെ ഏറ്റവും അവസാനം നിൽക്കണവ വെറും 1539 ഗ്ലോറി അടിച്ചിട്ടുള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് ഒരു 15 കളി കളിച്ചാൽ ഇവനെ സുഖമായി വെട്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഗൈസ്. സോ ഗണ്ണ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നേരെ BR എടുത്ത് സ്റ്റാർട്ട് ആക്കി. ഗൈസ്, അപ്പോൾ ഡേ 1 ചേഞ്ചസ് എന്തൊക്കെയാന്ന് കാട്ടിത്തരാം. സോ നമ്മുടെ റാങ്ക് PR ഗോൾഡ് 2 ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നാളെ പ്ലാറ്റിനം 3 എത്രയെങ്കിലൊക്കെ ആക്കണം ഗൈസ്. അടുത്തതായിട്ട് ഡ്രസ്സിൽ നോക്കുകയാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. ആ പാടെ ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ കളിച്ചത് കൊണ്ട് കുറെ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോണിയ ടാറ്റ്സു അങ്ങനെ കുറെ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ വെക്കണത് അലോക്കാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ അലോക്ക് ഗൈസ്. പിന്നെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവല് 6 ആയിട്ടുണ്ട്. ആൻഡ് കളക്ഷൻസിൽ ഗണ്ണ് വല്ല സ്കിൻസ് കിട്ടിയിട്ടുണ്ടോ നോക്കാം.
സോ നമുക്ക് ഏക്കൻ്റെ ഈ ഒരു സ്കിൻ കിട്ടിയിട്ടുണ്ട്, പ്ലാസ്മൻ്റെ ഈ ഒരു സ്കിൻ കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സ്കിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഗിൽഡിൽ ജോയിൻ ആയിട്ടുണ്ട്. വെറ്ററൻ 2017 ആണ്, ഏതൊരു ബംഗാളിൻ്റെ ഗിൽഡാണ് ഗൈസ്, നമ്മൾ വെറുതെ ജോയിൻ ആയതാണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം. സോ ഡേ 2ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ തായ്വാൻ സെർവറിൽ കളിക്കണം, ആരെങ്കിലും നിങ്ങൾ തായ്വാൻ സെർവറിൽ കളിക്കുന്നുണ്ടെങ്കിൽ സോ ഇതാണ് എൻ്റെ UID, മസ്റ്റ് ആയിട്ടൊന്ന് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് വെക്കുക, നമുക്ക് ഒപ്പം കളിക്കാം. അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇറ്റ്സ് മീ അസീഫ് സൈനിങ് ഓഫ്.